രാവിലെ നല്ല മൂടായിരുന്നു, എല്ലാം പോയി. എടാ അവള് വന്നതല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? നമുക്ക് ആരടിച്ച് പൊളിയുടെ കാര്യം പറയണ? നിങ്ങളെ ശിവമോള് വന്നതേ വന്നോടനെ കയറി വാതാലോടിച്ചിട്ടുണ്ട്. അയ്യോ അലയാളെ ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം. ആരെങ്കിലും ഒന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാരും കൂടെ വന്നിട്ട് വെച്ചങ്ങ് കീച്ചും. എന്താ കാരണം എന്ന് പോലും അറിയണ്ട. അവസാനം അത് മെഗാ കലിപ്പാവും. മെഗാ കലിപ്പാ? കലിപ്പ് നീ എന്തോടാ ഈ കാണിച്ചു കൂടുന്നത്? നീ കാരണം നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി പോയിട്ട് വരുമോ? കുറച്ച് നാൾ എന്റെ നോട്ട പ്രശ്നം വന്നപ്പോഴത്തേക്ക് നീ എന്തോന്ന് കാണിക്കണത്? ഇത് അവിടെ നിന്നും പോയി. ഡേർക്കാ നിന്റെ അനന്തരവള് വന്നു ചെന്നൈയിൽ നിന്ന്. വന്ന ഉടനെ എന്നെ ലച്ചേച്ചിയുടെ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ റൂമിനകത്ത് കയറി കരഞ്ഞോണ്ടിരിക്കുന്നു. ഈ ലച്ചുനെ കൊണ്ട് ഇവിടെ ആർക്കും ജീവിക്കാമെന്നായല്ലോ. ചേച്ചിയെ കൊണ്ട് ഭയങ്കര ശല്യം തന്നെ. ചേച്ചി ചെറുക്കൻ തൊട്ടേക്കരുത്. വെറുതെ ഇന്ന് വഴക്കുണ്ടാക്കില്ല. അവള് വിശന്ന് വന്നിരിക്കും. മാറിയാണ് അതിന്റെ ദേഷ്യത്തിൽ അങ്ങനെ. മക്കളെ തുറക്ക്. ശിവ വെറുതെ വേല കാണിക്കല്ലേ, വാതിലോർന്നേ. ഒന്നാമതേ അവള് ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അതിന്റെ ഇടയിൽ അവള് വന്നപ്പോ പറയുകയും ചെയ്ത് അവൾക്ക് ഭയങ്കര ഡാർക്ക് അടിച്ചിരിക്കുകയാണെന്ന്. ആക്ച്വലി ഷീസ് ഇൻ എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ. വിത്ത് ഓർ വിത്തൗട്ട് എനി റീസൺ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷനും തികച്ചങ്ങ് പറയാൻ പറ്റത്തില്ല. ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, കൈൻഡ് ഓഫ് സാഡ്നെസ്, ഇങ്ങനെ മിക്സ് ആയി വരും. ഈ ചെറുക്ക് എന്തോടാ പറഞ്ഞത്? പേടിപ്പിക്കണം മനുഷ്യൻ. മനസ്സമായിട്ടും വളർന്നു പോട്ടെ, അല്ലാന്ന് തോന്നുന്നു. മക്കളെ ശിവ വാതിലോർക്ക്. ശിവ വാതിലോർക്ക്. ശിവ കേച്ചോന്ന് വിളിക്കണം. വാതിലോറടി. മക്കളെ എന്റെ കൊച്ച് എല്ലാം പറ്റണം കൊച്ചിന്. ശിവ വാതിലോർക്ക്. തുറക്കാൻ തുറക്കും. ഞാൻ നോക്കാം. പോയിട്ട് വെള്ളം എടുത്തു ഞാൻ പോവാ. നിങ്ങൾ എന്തോ കാണിക്കുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടോ? ഇത് അവിടെ കൊണ്ടുവയ്ക്കാൻ. ഒരു സാധനം വച്ചെടുത്ത് കൊണ്ടുവയ്ക്കൂല. നിങ്ങൾക്ക് വയ്യേ വന്നാ പോയ ബോധം തിരിച്ചു വന്നാ? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മനുഷ്യനെ സ്വയമായിട്ടിരിക്കാൻ സമ്മതിക്കൂലേ? മൂക്കൊന്നുമില്ല, അച്ഛനുണ്ട്, ധൈര്യമായിട്ടിരുന്നോ പ്ലീസ്. വെറുതെ മനുഷ്യനെ പ്രാന്താക്കാൻ വരില്ല. അവക്ക് ഉപയോഗിക്കരുത്. അച്ഛയില്ല മോളെ, ചക്കരല്ലേ, ഒന്നുമില്ല മക്കൾ, ഒന്നുമില്ല. നമുക്ക് ഒന്നുമില്ല. മക്കൾക്ക് എന്താണ് കുഴപ്പം? മാമന്റെ അടുത്ത് പറ. കൂടുതൽ സ്നേഹം കാണിക്കല്ലേ. കുട്ടാനോട് വന്നിട്ടേ എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്നാ ഒരു പ്രാവശ്യം ഫോൺ എടുത്ത് എന്നെ വിളിക്കുക. അങ്ങനെ പറയല്ലേ ശിവ. കിടക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും ശ്രീ നിന്നെ പറ്റി പറഞ്ഞിട്ടാണ് കിടക്കണ. എന്തോ കിടക്കുന്നതിന് മുന്നേ എന്നെ പറ്റി പറഞ്ഞിട്ട് കിടക്കുന്നെന്ന് വിശ്വസിച്ചു കേട്ടാ? പോ മാമി. ശിവ ഭക്ഷണം കഴിക്കാം. വന്നെങ്കോട്. എനിക്ക് വേണ്ട. വേണ്ട. അത് കേൾക്കാൻ കാത്തിരിക്കായിരുന്നല്ലേ? വെറുതെ ഒരു നേർച്ചയ്ക്ക് വേണ്ടി ചോദിച്ചു തന്നപ്പോ എന്തെങ്കിലും വേണമോന്നൊക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അടുക്കളയിൽ പണിയാണ്. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. പോട്ടെ പെണ്ണേ, കുറച്ച് അടങ്ങായിട്ടാ. എന്തിനാ ഒരു ദിവസത്തേക്ക് വന്നേ? കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ ലീവ് ഉണ്ടല്ലോ, അന്നേരം വന്നാ പോരെ. ഇത്ര യാത്രയൊക്കെ ചെയ്യണോന്ന് ഞാൻ ചോദിച്ചു. ഇവളുടെ അടുത്ത്. അപ്പൊ അവൾക്ക് ഒരു ദിവസം ലീവേ ഉള്ള? അപ്പൊ അവളുടെ വലിയ ലീവാ? പിന്നെ നിനക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്തിനാണ് ചോദിക്കാൻ പോണത്? ഈ ലച്ചു വെളിവും വെള്ളിയാഴ്ച ഓരോന്ന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടേ. അമ്മയാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോവേ. കുഴിപ്പളത്തേക്ക്. എന്റെ പൊന്ന മക്കളെ, നീ ഒരുപാട് നാളോട് ഇങ്ങനെ പറഞ്ഞ കൊതിപ്പിക്കണം അച്ഛനെ. ഇനിയും കൊതിപ്പിക്കരുത് കേട്ടാ. ഗൗരിക്ക് അറിയണോ, എവിടെ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി, ഇങ്ങന്ന് അങ്ങ് പോയി. അങ്ങന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം സിദ്ധു അങ്ങോട്ട് പോയി, ഗൾഫിലോട്ട് പോയി. അപ്പം അങ്ങന്ന് ഇവൾ ഇങ്ങ് വന്നു. സിദ്ധു അങ്ങ് വരുമ്പോഴൊക്കെ ഇങ്ങന്ന് ഇവൾ അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങടി ഇങ്ങടി ഈ ഇപ്പം അങ്ങ് നിൽക്കാൻ. ഓഹോ, ഇനിയിപ്പോ അങ്ങൂല ഇങ്ങൂല എങ്ങൂല എങ്ങോട്ട് പോവും? ഇവളെങ്ങോട്ട് പോയത്? മക്കളെ, മോളെ, മക്കൾ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടാ. ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങണ്ട. അത് പറയാൻ വേണ്ടി മാമൻ വിളിച്ചേ.